സകല വേദഗ്രന്ഥങ്ങളും അല്ലാഹു തആല ഇറക്കിയത് റമദാൻ മാസത്തിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി സദറാത്തല. അൽഹംദുലില്ലാഹ്. അപ്പോൾ റമദാൻ മാസത്തിലാണ് നമ്മളുള്ളത്. മാസത്തിൽ വെച്ച് ഏറ്റവും നല്ലൊരു മാസമാണ് ഇപ്പോൾ. പക്ഷേ ഫസ്റ്റ് നമ്മൾ റമദാൻ മാസം ഫസ്റ്റ് മുതലേ വീഡിയോ ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം കൊണ്ടൊന്നും പറ്റിയില്ല. എന്നാലും അൽഹംദുലില്ലാഹ് ഇപ്പോൾ സ്ഥാനം കിട്ടിയതിൽ വലിയൊരു സന്തോഷം. നമ്മളൊരു റേഡിയോ ബ്രോഡ്കാസ്റ്റ് എന്നുള്ളൊരു ചാനലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് ഉസ്താദിന് നമ്മളെ ഈ ഒരു മാസത്തെ പറ്റി, റമദാൻ മാസത്തെ പറ്റി നമ്മളെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളൊരു ഇതെന്താണ് ഉള്ളത്? അല്ലാഹു തആല സമയങ്ങൾ വെച്ച് പ്രത്യേക സമയങ്ങൾക്ക്, ദിവസങ്ങളിൽ വെച്ച് പ്രത്യേക ദിവസങ്ങൾക്ക്, മാസങ്ങളിൽ വെച്ച് പ്രത്യേക മാസങ്ങൾക്കും പ്രാധാന്യത കൽപ്പിച്ചിട്ടുണ്ട്. മാസങ്ങളിൽ വെച്ച് പ്രാധാന്യത കൽപ്പിച്ച മാസമാണ് റമദാൻ മാസം. അതുകൊണ്ട് തന്നെ സകല വേദഗ്രന്ഥങ്ങളും അല്ലാഹു തആല ഇറക്കിയത് റമദാൻ മാസത്തിലാണ്. മാനവ സമുദായ സംസ്കരണത്തിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയതായിരിക്കുന്ന ഏട്, മദ്രസയിലൊക്കെ നമ്മൾ പഠിച്ചു, അത് റമദാൻ മാസം 1-നാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല തൗറാത്ത് കൊടുത്തിട്ടുണ്ട്. ആ തൗറാത്താകുന്ന വേദഗ്രന്ഥം നൽകിയത് റമദാൻ മാസം 6-നാണ്. ഇനി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല സബൂർ നൽകി, അത് റമദാൻ മാസം 12-നാണ്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല ഇഞ്ചീൽ നൽകി, അത് റമദാൻ മാസം 18-നാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഇറക്കപ്പെടാൻ എടുത്ത മാസം റമദാൻ 27-നാണ്. ഈ വേദഗ്രന്ഥങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഗ്രന്ഥം ഖുർആൻ ആയതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. അതാണ് അതിന് റമദാൻ മാസത്തിന്റെ സവിശേഷത. അൽഹംദുലില്ലാഹ്, ഒരുപാട് അറിവുകൾ ഉസ്താദിന് കിട്ടി. അല്ലാഹു ഇൻഷാ അല്ലാഹ് ആഫിയത്തുള്ള ദുനിയാവിൽ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.